കാട്ടാക്കാമ്പൽ പള്ളിക്ക് മുന്നിലും മറ്റുമുള്ള കാനകൾ സ്ലാബ് നിരത്തി മൂടണമെന്നും ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും കാട്ടാക്കാമ്പൽ ചിറക്കൽ റോഡിലെ പലയിടത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് കാട്ടാക്കാമ്പൽ മണ്ഡലം കമ്മിറ്റി യോഗം PWD അധികൃതരോട് ആവശ്യപ്പെട്ടു. പൂരത്തിനോടനുബന്ധിച്ച് നടത്തിയ തട്ടിക്കൂട്ട് ടാറിംഗ് പലയിടത്തും വലിയ കുഴികളായി മാറി വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നതായും യോഗം ചൂണ്ടിക്കാട്ടി. യോഗം കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോർജ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, മോൻസി ചെറുവത്തൂർ, രാജൻ പഴുന്നാൻ, ബെൻസൻ ബാബു, കുഞ്ഞൻ പെരുന്തുരുത്തി എന്നിവർ സംസാരിച്ചു. വിൽസൺ ചെറുവത്തൂർ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. രാജീവ് ഗാന്ധി യുവ ഇന്ത്യയുടെ ശില്പിയായിരുന്നുവെന്ന് K. ജയശങ്കർ. കാട്ടാക്കാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിവസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജയശങ്കർ. രാജ്യത്തെ ആധുനികതയിലേക്ക് നയിച്ചും പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്നും രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും ആധുനിക ചിന്താഗതിയും ഇന്ത്യയെ എന്നും പ്രചോദിപ്പിക്കുമെന്നും മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു സി ജോബ്, NK അബ്ദുൾ മജീബ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദൻ അതിയോരത്ത്, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, KK ഇക്ബാൽ, സബ്രു ഐനൂർ, പ്രഭു മൂലപ്പാട്ട്, റസാഖ് പെരുന്തുരുത്തി, KK രവി, CM ഗഫൂർ, NA റഷീദ്, പ്രിൻസി കാഞ്ഞിരത്തിങ്കൽ, വാസു കാഞ്ഞിരത്തിങ്കൽ, CC സക്കറിയ, NR ദേവരാജൻ, മോനുട്ടി കോട്ടോൽ, VK രാജു, NA മനോഹരൻ, ശ്രീധരൻ ചിറക്കൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഒരുമനിയൂരിൽ കട പരിശോധന, ഹോട്ടൽ അടപ്പിച്ചു. ഹെൽത്തി കേരളയുടെ ഭാഗമായി ആരോഗ്യവകുപ്പും ഒരുമനിയൂർ പഞ്ചായത്തും സംയുക്തമായി വ്യാപാര ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കട താൽക്കാലികമായി അടപ്പിച്ചു. തങ്ങൾപടിയിലെ ഹോട്ടൽ തങ്ങൾസ് രുചിക്കൂട്ടാണ് താൽക്കാലികമായി അടപ്പിച്ചത്. മലിനജലം പുറത്തേക്ക് ഒഴുക്കിയതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും കുടിവെള്ള പരിശോധന നടത്താതിരുന്നതും ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും മുന്നറിയിപ്പുകൾ അവഗണിച്ചതും കൊണ്ടാണ് ഹോട്ടൽ അടയ്ക്കേണ്ടി വന്നത്. കൂത്താടികളെ കണ്ടെത്തിയതിനും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിനും കുടിവെള്ള പരിശോധന നടത്താത്തതിനും നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചതിനും അഴുക്കുവെള്ളം പുറത്തേക്ക് വിട്ടതിനും 10 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി. കോട്ട്പ നിയമപ്രകാരം 7 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി. വേണ്ട മുൻകരുതലുകൾ ഇല്ലാതെ തൊഴിലാളികളെ പാർപ്പിച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെയും പിഴ ചുമത്തി. പരിശോധനയ്ക്ക് ഒരുമനിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് PM വിദ്യാസാഗർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ HJ സുഷിജ, പഞ്ചായത്ത് ക്ലർക്ക് K രാജേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും പുകവലി നിരോധിത മേഖല മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കണമെന്നും അല്ലാത്തപക്ഷം കോട്ട്പ നിയമപ്രകാരമുള്ള പിഴ ചുമത്തുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇഴജന്തുക്കളും വൻമരങ്ങളും കാരണം കുന്നംകുളം കാണിപ്പയ്യൂരിൽ അംഗനവാടി അപകട ഭീഷണിയിൽ. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കാണിപ്പയ്യൂർ മംഗളോദയം അംഗനവാടിയാണ് ഇഴജന്തുക്കൾ നിറഞ്ഞും ഏത് നിമിഷവും നഴ്സറിക്ക് മുകളിലേക്ക് വീഴാറായി നിൽക്കുന്ന വൻമരങ്ങൾ കൊണ്ടും അപകട ഭീഷണിയിലായിരിക്കുന്നത്. തെങ്ങുകൾക്ക് മുകളിൽ നിന്ന് നിരന്തരം തേങ്ങ അംഗനവാടിയുടെ മുകളിലേക്ക് വീണ ഷീറ്റുകൾ തകർന്ന നിലയിലാണ്. മാത്രമല്ല അംഗനവാടിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഭീഷണി ഉയർത്തുന്നുണ്ട്. നിരന്തരം തേങ്ങ വീഴുന്നതിനാൽ ഷീറ്റ് തകർന്ന് തേങ്ങ അംഗനവാടിക്കുള്ളിലേക്ക് വീഴുമെന്ന ഭീതിയിലാണ് അംഗനവാടിയിലെ കുരുന്നുകളുടെ രക്ഷിതാക്കളും ഇവിടുത്തെ ജീവനക്കാരും നാട്ടുകാരും. അംഗനവാടിയോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്ന് ഇഴജന്തുക്കളും കുറുനരിയും ഉൾപ്പെടെയുള്ളവ അംഗനവാടിയിലേക്ക് വരുന്നതിനാൽ ഇതും ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. സംഭവത്തിൽ നഗരസഭ അധികൃതർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP പ്രവർത്തകരായ രാഹുൽ ചന്ദ്രൻ, സുബീഷ്, ബിനു, സൂരജ് എന്നിവർ ആവശ്യപ്പെട്ടു. LF കോളേജിൽ ഫോട്ടോ പ്രദർശനം. ലോക ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ LF കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു.
പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ എടുത്ത ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രദ്ധേയരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, ഫോട്ടോ മെമ്മറി ഷെയറിംഗ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ പ്രദർശനം 21-ന് സമാപിക്കും. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ചാലിശ്ശേരിയിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSC പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ BSA കേരള ഓക്സിലറി സെക്രട്ടറി ഫാദർ ആന്റണി കൂടത്തെങ്കിൽ തിരുവചന സന്ദേശം നൽകി വാർഷികം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി CSC പള്ളി വികാരി ഫാദർ K. സിജോൺ അധ്യക്ഷനായി. BSA കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി ജോസ് ഫ്രാൻസിസ് റിപ്പോർട്ടും ഡോക്ടർ ലോബ്സൺ വരവ് ചെലവ് കണക്കുകൾ എന്നിവ അവതരിപ്പിച്ചു. ബൈബിൾ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബൈബിൾ പ്രദർശനവും വിൽപ്പനയും നടത്തി. സമ്മേളനത്തിൽ BSA മാർക്കറ്റിംഗ് ഓഫീസർ എൽസൺ പോൾ, ചാലിശ്ശേരി മർത്തോമ പള്ളി വികാരി ഫാദർ സുനു കോശി, BSA കുന്നംകുളം ബ്രാഞ്ച് ട്രഷറർ ഡോക്ടർ KC ലോബ്സൺ, CV ഷാബു എന്നിവർ സംസാരിച്ചു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ചാവക്കാട് എടക്കഴിയൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തി മോഷണം. 33,000 രൂപ മോഷണം നടത്തി. പോത്തേഴുത്ത് ഷിജിന്റെ ഉടമസ്ഥയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ഇന്ന് വൈകിട്ട് ബൈക്കിലെത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ വെച്ചിരുന്ന പൈസ മോഷണം നടത്തുകയുമായിരുന്നു. ഈ സമയം കടയിലെ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തൊട്ടടുത്ത അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയ ആളുകളുടെ ദൃശ്യവും ലഭിച്ചു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിന്റെ നന്മയ്ക്കും പുരോഗതിക്കും രാഷ്ട്രീയ മാറ്റം അനിവാര്യമായിരിക്കുകയാണെന്ന് നടൻ ശിവജി ഗുരുവായൂർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാക്കിയ അഭിപ്രായ സർവേ QR കോഡ് സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യ പാർട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവരുടെ പ്രവർത്തനങ്ങളിലും പദ്ധതി നിർവഹിക്കുന്നതിലും കാണാൻ കഴിയുമെന്നും ഇതിന് മാറ്റം വരുത്താൻ ആദ്മി പാർട്ടി മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. വികാരി ഫാദർ ബിജു മുങ്കാങ്കുന്നൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായ യോഗം ചേർന്നു. 51 അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. 23-ന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്ക ധ്യാനം നടക്കും. സെന്റ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും. 24-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കിം മോർ കുറിലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടക്കും. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്കാങ്കുന്നൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ ജിനു നോബി സംസാരിച്ചു.
നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചേരിക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. പാവറട്ടി സംസ്കൃത കോളേജ് പരിസരത്ത് നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് 6 ആരംഭിക്കുന്ന മാർച്ച് പൂവത്തൂർ സെന്ററിൽ സമാപിക്കും. നൈറ്റ് മാർച്ചിൽ മുൻ MP TN പ്രതാപൻ, മുൻ MLA-മാരായ PM മാധവൻ, അനിലക്കര തുടങ്ങി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ആളൂർ സെന്ററിൽ ചേർന്ന അനുസ്മരണ ചടങ്ങ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ, ചാക്കോ എന്നെ, നൌഷാദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. KS വാസു, വേണു കിഴക്കാളൂർ, വത്സൻ ജോർജ്, RK സൈദുമോൻ, സിംസൺ കുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. CPIM നേതാവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന TK അബ്ദുൾ റഹ്മാന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ബ്രഹ്മകുളത്ത് വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CF രാജൻ, PR ബിനേഷ്, AC രമേശ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തിരച്ചിൽ നടത്തുന്നത്. പൊന്മാനിക്കുടം പുന്നയ്ക്കത്തറ ബാബുരാജിന്റെ മകൻ 19 വയസ്സുള്ള അഖിൽരാജിനെയാണ് പുഴയിൽ കാണാതായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. അഖിൽരാജു ബൈക്ക് ഓടിച്ചു വന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രത്യുക്ഷ, AC രഘു എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രം റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. കണ്ടാണശ്ശേരി പുത്തൻകുളം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നള്ളി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദൃശ്യ T മനോഹർ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, രാജീവ് വേണു, PK അസീസ്, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ദാഹമകറ്റാൻ 2 വാട്ടർ കൂളർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ ദാഹമകറ്റാൻ 2 വാട്ടർ കൂളർ ഉപകരണങ്ങളുടെ സമർപ്പണം ഇന്ന് നടന്നു. റോട്ടറി ക്ലബ്ബ് സേലം, ആകാശ് അക്വാടെക് ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് 2 കൂളർ സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, പ്ലംബിംഗ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായി.